നിങ്ങളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനപത്രിക എപ്പോഴെങ്കിലും ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? സാധാരണ അതൊരു നോട്ടീസായി വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നോക്കും അല്ലേ? അതെ. പക്ഷെ ഈ ഒരു പ്രകടനപത്രിക കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് നിർത്തി വായിച്ചുപോയി. ഇത് കേരളത്തിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 17ാം വാർഡായ വരമ്പിങ്ങലിലെ ഒരു LDF സ്ഥാനാർത്ഥിയുടേതാണ്. ഓഹോ. ഇതിലെ തലക്കെട്ട് തന്നെ രസകരമാണ്. വ്യക്തിയും സമൂഹവും ഒരു പുതുസ്വപ്നം എന്ന്. അതായത് ഒരു വാർഡിന്റെ വികസനമെന്ന് പറയുമ്പോൾ റോഡും ലൈറ്റും മാത്രമല്ല എന്നൊരു സൂചന അതിൽ തന്നെയുണ്ട്. കൃത്യമായി. വ്യക്തിയുടെ വികാസത്തിലൂടെ നാടിന്റെ വികാസനം, അതാണ് ആശയം. ഇതില് ശരിക്കും കൗതുകമുണർത്തുന്ന ഒരു കാര്യം ഒരു ചെറിയ വാർഡിന്റെ ആവശ്യങ്ങളെ എത്ര സൂക്ഷ്മമായാണ് ഇവർ സമീപിച്ചിരിക്കുന്നതെന്നാണ്. ഇതൊരു രാഷ്ട്രീയ രേഖ എന്നതിലുപരി ആ നാടിന്റെ ഒരു സാമൂഹിക ഘടനയുടെ നേർക്കാഴ്ച പോലെയാണ്. തീർച്ചയായും. ആദ്യം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. റോഡ് ടാറിംഗ്, കുടിവെള്ളം, പിന്നെ തെരുവുണളക്കുകൾ. അതൊക്കെ എന്തായാലും വേണമല്ലോ. ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളാണത്. അതെ. പിന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഡ്രെയിനേജ്, തെരുവുനായ ശല്യത്തിന് ABC പ്രോഗ്രാം, വാക്സിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം ആ വാർഡ് ഡിജിറ്റൽ ഡാഷ്ബോർഡ് എന്ന ആശയമാണ്. അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. എല്ലാ പൊതുപദ്ധതികളെക്കുറിച്ചും ജനങ്ങൾക്ക് ഓൺലൈനായി അറിയാനൊരു സംവിധാനം. അത് ഭരണത്തിലെ നല്ല സുതാര്യത കൊണ്ടുവരും. ശരിയാണ്. പിന്നെ ആരോഗ്യരംഗത്ത് BP, ഷുഗർ ക്യാമ്പുകൾ, ഗർഭിണികൾക്കുള്ള പിന്തുണ, അതൊക്കെ വളരെ പ്രായോഗികമായ വാഗ്ദാനങ്ങളാണ്. പക്ഷേ എന്നെ ഏറ്റവും ആകർഷിച്ചത് അതൊന്നുമല്ല. ഇതില് ഓരോ വിഭാഗം ആളുകളെയും പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. പേരുകൾ വെച്ചുള്ള പദ്ധതികൾ അല്ലേ? അതെ. ഉദാഹരണത്തിന് പ്രവാസികൾ. അവർക്കായി നാടിനൊപ്പം, പ്രവാസ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നിയമസഹായവും ക്ഷേമപദ്ധതികളും. ശരിയാണ്. അതുപോലെ വയോജനങ്ങൾക്കായി ഒരുമയുടെ വനം, അനുഭവസദനം എന്നിങ്ങനെയുള്ള കൂട്ടായ്മകൾ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ പ്രകടന പത്രിക വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വാർഡിൽ ആരൊക്കെയുണ്ടെന്ന്. അതെ, അവിടെ പ്രവാസികളുണ്ട്, കർഷകരുണ്ട്, പ്രായമായവരുണ്ട്. ഓരോ വിഭാഗത്തിനും ഇങ്ങനെ ആകർഷകമായ പേരുകളിൽ പദ്ധതികൾ നൽകുമ്പോൾ അതൊരു കണക്ഷൻ ഉണ്ടാക്കും. കർഷകർക്ക് ഹരിതഭൂമി, സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി ശക്തി, വീട്ടുവിളക്ക്, യുവാക്കൾക്ക് യുവശക്തി, കരിയർ ക്രാഫ്റ്റ്. ഇത് കേവലം വാഗ്ദാനങ്ങൾ എന്നതിലുപരി ഓരോ വിഭാഗത്തിനും ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ നൽകാൻ സഹായിക്കും. കുട്ടികളുടെ കാര്യവും വിട്ടിട്ടില്ല. ചിറകുകൾ, നാളെയുടെ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കഴിവുകൾ വളർത്താനുള്ള പദ്ധതികൾ. വിദ്യാർത്ഥികൾക്ക് പഠനസഹായത്തിന് ദീപം, വിജയമന്ത്ര എന്നിങ്ങനെ. സമൂഹത്തിലെ ലഹരി ഉപയോഗത്തിനെതിരെ വിമുക്തി എന്ന പേരിൽ കൗൺസിലിംഗും ബോധവൽക്കരണവും നടത്തുന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ചിത്രം എന്താണെന്ന് വെച്ചാൽ, വികസനം എന്നാൽ റോഡും കെട്ടിടവും മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, മാനസികാരോഗ്യം എല്ലാത്തിനെയും സ്പർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വാർഡ് തലത്തിൽ ഇത്രയധികം പദ്ധതികൾ എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരാം. ഞാൻ അതാണ് ആലോചിച്ചത്. പക്ഷെ ഇതൊരു വ്യക്തമായ കാഴ്ചപ്പാടിന്റെ സൂചനയാണ്. അപ്പോൾ ഒരു ചെറിയ വാർഡിലെ പ്രകടന പത്രികയിൽ നിന്ന് നമ്മൾ കണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ഓരോ വ്യക്തിയെയും പരിഗണിക്കുന്ന സൂക്ഷ്മമായ പദ്ധതികൾ വരെയാണ്. ജംഷിദ ഷാജി എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഈ രേഖ ആ നാടിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നമുക്ക് തരുന്നത്. തീർച്ചയായും. അപ്പോ ഈ വിശകലനം നിങ്ങൾക്ക് നൽകുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കേൾക്കുമ്പോൾ, അതൊരു വലിയ ദേശീയ വിഷയമായാലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പ്രാദേശിക പ്രശ്നമായാലും, ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക. എന്താണത്? ആ വാഗ്ദാനം എത്രത്തോളം പൊതുവായ ഒന്നാണ്? അതോ അത് നിങ്ങളുടെ സമൂഹത്തിലെ ഓരോ ചെറിയ വിഭാഗത്തിന്റെ പോലും ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുള്ള ഒന്നാണോ? ആ ഒരു വ്യത്യാസം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും.